മണ്ണിൽ മായാത്ത പ്രണയമുദ്രകൾ. ആ പഴയ പറമ്പിലെ മണ്ണു മാറ്റുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ കണ്ട കാഴ്ച ഒരു കൊലപാതകത്തിന്റെ തെളിവ് മാത്രമായിരുന്നില്ല. അത് തകർക്കപ്പെട്ട രണ്ട് ജീവിതങ്ങളുടെ അവസാന ആലിംഗനമായിരുന്നു. രണ്ടസ്ഥികൂടങ്ങൾ ഒരൊറ്റ കുഴിയിൽ പരസ്പരം പിരിയാനാവാത്ത വിധം ചേർന്നു കിടക്കുന്നു. വർഷങ്ങൾക്കിപ്പുറവും ആ മണ്ണവരെ വേർപെടുത്തിയിരുന്നില്ല. മാധവൻ വെറുമൊരു പണിക്കാരനായിരുന്നില്ല. മനയിലെ കൃഷികാര്യങ്ങൾക്കിടയിലും തറവാട്ടിലെ ലൈബ്രറിയിലെ പുസ്തകങ്ങളുടെ ഗന്ധം ഇഷ്ടപ്പെട്ടിരുന്ന സ്വപ്നങ്ങളുള്ള ഒരു യുവാവ്. ശ്രീദേവി തമ്പുരാട്ടിക്ക് അവൻ മാധവനായിരുന്നു. സംഗീതവും പുസ്തകങ്ങളും പങ്കുവച്ച പ്രിയപ്പെട്ടവൻ. ജാതിയും തറവാടിത്തവും മതിൽ തീർത്ത ആ കാലത്ത് തൊഴുത്തിനു പിന്നിലെ ഇലഞ്ഞിമരച്ചുവട്ടിൽ വെച്ച് അവർ പങ്കുവച്ചത് വെറും വാക്കുകളല്ല, മറിച്ച് ലോകമറിയാത്ത ഒരു വലിയ പ്രണയമായിരുന്നു. ഒരു തുലാവർഷ രാത്രിയിൽ ആകാശത്ത് മഴമേഘങ്ങൾ ഉരുണ്ടുകൂടിയപ്പോൾ അവർ ആ തീരുമാനമെടുത്തു, മനയുടെ പടിപ്പുര കടന്ന് പുറത്തെ വെളിച്ചത്തിലേക്ക് ഓടിമറയാൻ. പക്ഷേ ഇരുട്ടിൽ തിളങ്ങുന്ന ആയുധങ്ങളുമായി കാരണവരും സംഘവും അവരെ വളഞ്ഞു. ശങ്കരൻ നമ്പൂതിരി ആ രാത്രിയെക്കുറിച്ച് പറയുമ്പോൾ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൾ അവന്റെ കൈകളിൽ മുറുകെ പിടിച്ചിരുന്നു. ചോര മരവിക്കുന്ന ആ മഴയത്ത് അച്ഛന്റെ കാൽക്കൽ വീണവൾ കരഞ്ഞപേക്ഷിച്ചു, ഇവനെ ഒന്നും ചെയ്യരുത്, ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം. പക്ഷേ കുലമഹിമയുടെ അന്ധത ബാധിച്ച അച്ഛന്റെ മനസ്സ് അലിഞ്ഞില്ല. ആദ്യം വീണത് മാധവനായിരുന്നു. അവന്റെ തലയ്ക്ക് പിന്നിൽ ആയുധം പതിച്ചപ്പോൾ ദേവി എന്നൊരു നിശ്വാസം മാത്രമേ അവനിൽ നിന്നുണ്ടായുള്ളൂ. മാധവൻ ചേതനയറ്റു വീഴുന്നത് കണ്ടപ്പോൾ ശ്രീദേവിക്ക് ലോകം അവസാനിച്ച പോലെ തോന്നി. അവൾ ആരും തടയുന്നതിനു മുൻപേ അവിടെയുണ്ടായിരുന്ന കിണറ്റിലേക്ക് എടുത്തുചാടി. പക്ഷേ ആ കിണറ്റിലെ വെള്ളത്തിനുപോലും അവരുടെ പ്രണയത്തെ രക്ഷിക്കാനായില്ല. മനക്കിലെ അന്തസ്സ് കാക്കാൻ മരിച്ചു എന്നുറപ്പുവരുത്തിയ ശേഷം രണ്ടുപേരെയും ഒരേ കുഴിയിൽ ഒരുമിച്ച് മറവു ചെയ്തു. 50 വർഷങ്ങൾക്ക് ശേഷം ഫോറൻസിക് ലാബിൽ നിന്ന് വന്ന റിപ്പോർട്ടിൽ ഒരു ചെറിയ കുറിപ്പുണ്ടായിരുന്നു. ശ്രീദേവിയുടെ വിരലിൽ അലിഞ്ഞുപോകാത്ത ഒരു ചെറിയ വെള്ളി മോതിരമുണ്ടായിരുന്നു. മാധവൻ അവൾക്ക് നൽകിയ ആ ഒരേ ഒരു സമ്മാനം. 50 വർഷം മണ്ണിൽ കിടന്നിട്ടും അതിന്റെ തിളക്കം മാറിയിരുന്നില്ല. അവരുടെ പ്രണയത്തെപ്പോലെ തന്നെ. ശങ്കരൻ നമ്പൂതിരിയെ ശിക്ഷിക്കാൻ നിയമത്തിന് കഴിഞ്ഞില്ല. വിധി വരുന്നതിനു മുൻപേ വാർദ്ധക്യമായവരെ കൊണ്ടുപോയി. പക്ഷെ ഗ്രാമവാസികൾ ആ മണ്ണിൽ ഒരു പുതിയ നീതി നടപ്പിലാക്കി. അവരെ കണ്ടെടുത്ത അതേ പറമ്പിൽ അവരുടെ ചിതാഭസ്മം നിക്ഷേപിച്ച ശേഷം അവിടെ 2 ഇലഞ്ഞിമരങ്ങൾ നട്ടുപിടിപ്പിച്ചു. ഇന്നാ മരങ്ങൾ വളർന്ന് പന്തലിച്ചു നിൽക്കുന്നു. ഓരോ തുലാവർഷം പെയ്യുമ്പോഴും ആ മരങ്ങളിൽ നിന്ന് ഇലഞ്ഞിപ്പൂപ്പാൽ മണ്ണിലേക്ക് പൊഴിയാറുണ്ട്. അത് പ്രകൃതി ആ പ്രണയത്തിന് നൽകുന്ന പ്രണാമം പോലെ തോന്നും. മനക്കിലെ പ്രതാപം മണ്ണടിഞ്ഞു, അധികാരം തകർന്നു. പക്ഷേ ആ പറമ്പിലെ ഇലഞ്ഞിമരങ്ങൾക്കിടയിൽ മാധവന്റെയും ശ്രീദേവിയുടെയും പ്രണയം ഇന്നും തളിർത്തു നിൽക്കുന്നു.